ഹലോ എവരിവൺ, വെൽക്കം ടു സ്റ്റഡി ഗൈഡ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ് എന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്. ദി ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ് എന്നത് മലയാളത്തിൽ പറയുമ്പോൾ എൻ്റെ ലോകം മാറിയ ദിവസം എന്നാണ് പറയാം. ഇത് മലാല യൂസഫ്സായിയുടെ ഓർമ്മക്കുറിപ്പായ ഐ ആം മലാലയുടെ ആമുഖമാണ്. പാകിസ്ഥാനിലെ ഒരു പ്രാദേശിക ആക്ടിവിസ്റ്റിൽ നിന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആഗോള പ്രതീകമായി മാറിയ മലാലയുടെ ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളാണ് ഇതിൽ വിവരിക്കുന്നത്. മലാല യൂസഫ്സായി തൻ്റെ ജന്മദേശമായ പാകിസ്ഥാനെ മിഡ് നൈറ്റിൽ സൃഷ്ടിക്കപ്പെട്ടതായി വിവരിക്കുന്നു. 2012 ഒക്ടോബർ 9 നട്ടുച്ചയ്ക്ക് തൻ്റെ ജീവിതം മാറി മറിഞ്ഞ ദിവസമായിരുന്നു എന്ന് പറയുന്നു. ആ ദിവസം സ്കൂളിലേക്ക് പോയ മലാല പിന്നെ വീട്ടിലേക്ക് തിരികെ വന്നിട്ടില്ല. ഇപ്പോൾ ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ താമസിക്കുന്ന മലാല തൻ്റെ പുതിയ പരിസരങ്ങളെയും പ്രിയപ്പെട്ട താഴ്വരയിലെ മലകളെയും താരതമ്യം ചെയ്യുന്നു. ഓരോ ദിവസവും കണ്ണു തുറക്കുമ്പോൾ തൻ്റെ പഴയ മുറിയും ചിതറിക്കിടക്കുന്ന വസ്ത്രങ്ങളും സ്കൂൾ സമ്മാനങ്ങളും കാണാനുള്ള ആഗ്രഹം അവളെ വേദനിപ്പിക്കുന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ റോഡുകളും കെട്ടിടങ്ങളും തഴച്ചുപൊങ്ങുന്ന ലോൺസും ശുചിയായ വഴികളും മാത്രമേ കാണാനുള്ളൂ. പക്ഷേ കണ്ണടയ്ക്കുമ്പോൾ അവൾക്ക് തൻ്റെ താഴ്വരകളും മഞ്ഞുമൂടിയ പർവ്വതങ്ങളും പച്ചപ്പുള്ള വയലുകളും നീല നദികളും മനസ്സിൽ തെളിഞ്ഞു വരുന്നു. അവളുടെ ഹൃദയം സന്തോഷിക്കുന്നു. അവൾ സ്കൂളിലേക്ക് മടങ്ങിയെത്തുന്നതും സഹപാഠികളും പ്രിയ സുഹൃത്ത് മോനിബയുമായി ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതും അവൾക്ക് ഇമാജിൻ ചെയ്യാം. പക്ഷേ ഉടൻ തന്നെ അവൾ ഇംഗ്ലണ്ടിലാണെന്ന് ഓർമ്മ വരുന്നു. 2012 ഒക്ടോബർ 9 ചൊവ്വാഴ്ച മലാലയുടെ ജീവിതം മാറിമറിഞ്ഞ ദിവസമായിരുന്നു. പതിവ് പോലെ അന്ന് രാവിലെ ഹാജി ബാബ റോഡിൽ നിന്നുള്ള ഇടുങ്ങിയ മൺപാതയിലേക്ക് തിളക്കമുള്ള ചായം പൂശിയ റിക്ഷയിൽ അവരെത്തി. കുശാൽ സ്കൂൾ മലാലയുടെ അച്ഛൻ സ്ഥാപിച്ചതാണ്. അത് അവൾ ജനിക്കുന്നതിന് മുമ്പാണ് സ്ഥാപിച്ചത്. ആ സ്കൂൾ അവർക്കൊരു മായാജാല ലോകം പോലെയായിരുന്നു. അവർ ആഴ്ചയിൽ 6 ദിവസം സ്കൂളിൽ പോകും. ക്ലാസ്സുകളിൽ രാസശാസ്ത്ര ഫോർമുലകൾ ചൊല്ലിപ്പഠിക്കുകയും ഉറുദു വ്യാകരണം ചെയ്യുകയും ഇംഗ്ലീഷിൽ മോറൽ കഥകൾ എഴുതുകയും രക്തചംക്രമണത്തിൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്തിരുന്നു. മിക്ക പെൺകുട്ടികൾക്കും ഡോക്ടർ ആകാനായിരുന്നു സ്വപ്നം. ഇതെല്ലാം ഒരു ഭീഷണിയാണെന്ന് ആരെങ്കിലും കരുതുമെന്നത് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അന്ന് പരീക്ഷയായതിനാൽ സ്കൂൾ 9 തുടങ്ങും. മലാല വീട്ടിലെ മുൻമുറിയിലായിരുന്നു ഉറങ്ങിയത്. ഒരു കിടക്കയും അവൾ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പോയി ലഭിച്ച പുരസ്കാര തുകയും കൊണ്ട് വാങ്ങിയ അലമാരയും മാത്രമുള്ള മുറി. അവൾ നേടിയ എല്ലാ സ്വർണ്ണ നിറമുള്ള ട്രോഫികളും അതിൽ വെച്ചിരുന്നു. കുശാൽ സ്കൂൾ മലാലയുടെ വീട്ടിൽ നിന്നും അധികം ദൂരെയല്ലായിരുന്നു. അവൾ ആദ്യമൊക്കെ നടന്നിട്ടായിരുന്നു സ്കൂളിൽ പോയിരുന്നത്. എന്നാൽ കഴിഞ്ഞൊരു വർഷമായി ഭീഷണികളുള്ളതിനാൽ അവൾ കൂട്ടുകാരികളോടൊപ്പം റിക്ഷയിൽ പോവുകയും ബസ്സിൽ മടങ്ങി വരികയും ചെയ്തു. അവൾ തനിച്ച് നടക്കുന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവളുടെ അമ്മയ്ക്ക് ഭയമായിരുന്നു. അതുകൊണ്ടാണ് അവൾ ബസ്സിൽ പോകാൻ തുടങ്ങിയത്. വർഷം മുഴുവനും അവർക്ക് താലിബാനിൽ നിന്നും ഭീഷണികൾ ലഭിച്ചിരുന്നു. ഈ ഭീഷണികൾ ചിലത് പത്രങ്ങളിലും ചിലത് ആളുകൾ കൈമാറിയ കുറിപ്പുകളോ സന്ദേശങ്ങളോ ആയിരുന്നു. മലാലയുടെ അമ്മ അവളെ ഓർത്ത് വളരെ വിഷമിച്ചിരുന്നു. പക്ഷേ അവളൊരു പെൺകുട്ടിയായതുകൊണ്ട് ഒരിക്കലും അവളെ തേടി അവർ വരില്ല എന്ന് അവൾ വിശ്വസിച്ചു. മലാലയ്ക്ക് പേടി അവളുടെ അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോഴായിരുന്നു. കാരണം അദ്ദേഹം എല്ലാത്തിനെതിരെയും തുറന്നു സംസാരിക്കുന്ന ഒരാളായിരുന്നു. അവളുടെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനും വെടിയേറ്റ് മരിച്ചിരുന്നു. എല്ലാവരും അവളുടെ അച്ഛനോട് പറഞ്ഞിരുന്നത് സൂക്ഷിക്കുക, അടുത്തത് നിങ്ങളായിരിക്കുമെന്നതായിരുന്നു. മലാലയും അവളുടെ അച്ഛനെ പോലെ എപ്പോഴും ദിവാസ്വപ്നം കാണുന്ന ഒരാളായിരുന്നു. ചിലപ്പോൾ വീട്ടിലേക്കുള്ള വഴിയിൽ ഒരു ആയുധധാരിയായ മനുഷ്യൻ ചാടി വീണ് അവളെ വെടിവെക്കുമെന്ന് അവൾ സങ്കല്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായാൽ അവൾ എന്തു ചെയ്യുമെന്ന് അവൾ ആലോചിക്കാറുണ്ടായിരുന്നു. അവൾ അയാളെ ഊരി അടിക്കണമെന്ന് ചിന്തിച്ചെങ്കിലും അങ്ങനെ ചെയ്താൽ അവളും അയാളും തമ്മിൽ ഒരു വ്യത്യാസമില്ലെന്നും അവൾ ചിന്തിക്കുന്നു. ശരി, എന്നെ വെടിവെച്ചോളൂ, പക്ഷേ ആദ്യം ഞാനൊന്ന് പറയുന്നത് കേൾക്കൂ. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ഞാൻ നിങ്ങളോട് വ്യക്തിപരമായി എതിരല്ല. എനിക്കെല്ലാ പെൺകുട്ടികളും സ്കൂളിൽ പോകണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് യാചിക്കുന്നതാകും നല്ലതെന്ന് അവൾ തീരുമാനിക്കുന്നു. അവൾക്ക് ഭയം ഉണ്ടായിരുന്നില്ല. പക്ഷേ രാത്രിയിൽ അവൾ ഗേറ്റ് പൂട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിരുന്നു. മലാല മോനിബയോടെല്ലാം പറയാറുണ്ടായിരുന്നു. മോനിബയ്ക്കൊരു ഫാഷൻ ഡിസൈനർ ആകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അവളുടെ വീട്ടുകാർ അതിനൊരിക്കലും സമ്മതിക്കില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷേ മലാല തൻ്റെ ആഗ്രഹം മറച്ചുവെച്ചില്ല. ഒരു ഡോക്ടറിൽ നിന്ന് കണ്ടുപിടുത്തക്കാരിയാകാനും രാഷ്ട്രീയക്കാരിയാകാനും അവൾ ആഗ്രഹിച്ചു. ബസ്സിന് വിളിച്ചത് കേട്ടപ്പോൾ അവർ ബസ്സിലേക്ക് ഓടിക്കയറി.
ബസ്സിനകത്ത് ചൂടും ഈർപ്പവുമായിരുന്നു. ബസ് ആർമി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. അതിനുശേഷം മലാലയ്ക്ക് ഒന്നും ഓർമ്മയില്ല. അപ്രതീക്ഷിതമായി ബസ് പെട്ടെന്ന് നിർത്തി. ഒരു താടിയുള്ള ആൾ വന്ന് ഇത് കുശാൽ സ്കൂൾ ബസ്സാണോ എന്ന് ചോദിച്ചു. സ്കൂളിൻ്റെ പേര് ബസ്സിൽ തന്നെ എഴുതിയതിനാൽ ഡ്രൈവർക്ക് അയാളുടെ ചോദ്യം അല്പം വിചിത്രമായി തോന്നി. മറ്റൊരു യുവാവ് ബസ്സിൻ്റെ പിൻവശത്തേക്കെത്തി. പെൺകുട്ടികൾ അതൊരു ജേർണലിസ്റ്റ് ആണ് എന്നാണ് വിചാരിച്ചത്. കാരണം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി പ്രചരണം നടത്താൻ മലാലയുടെ അച്ഛനോടൊപ്പം അവൾ പോയി തുടങ്ങിയതിനു ശേഷം മാധ്യമപ്രവർത്തകരും വിദേശികളും അവളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുമായിരുന്നു. പക്ഷേ ഇതുപോലെ വഴിയിൽ വെച്ചല്ല മാത്രം. ആ മനുഷ്യൻ മുകൾ ഭാഗം ഉയർന്ന ഒരുതരം തൊപ്പിയും മൂക്കും വായും മറയ്ക്കാൻ ഒരു തൂവാലയും ധരിച്ചിരുന്നു. അയാളെ കണ്ടാൽ ഒരു കോളേജ് വിദ്യാർത്ഥിയെ പോലെ തോന്നും. അയാൾ വണ്ടിയുടെ പിൻഭാഗത്തുള്ള പലകയിലേക്ക് ചാടിക്കയറി അവരുടെ മുകളിലേക്ക് ചാഞ്ഞു. ആരാണ് മലാല എന്ന് അയാൾ ചോദിച്ചു. ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ കുറച്ചു കുട്ടികൾ മലാലയെ നോക്കി. അവരുടെ കൂട്ടത്തിൽ മുഖം മറയ്ക്കാത്ത ഒരേ ഒരു പെൺകുട്ടി മലാലയായിരുന്നു. അപ്പോൾ അയാൾ ഒരു കറുത്ത ഗണ്ണെടുത്തു. പെൺകുട്ടികൾ അലറി വിളിച്ചു. മലാല മോനിബയുടെ കൈകൾ മുറുകെ പിടിച്ചു. അയാൾ ഒന്നിനു പുറകെ ഒന്നായി 3 തവണ വെടിവെച്ചു. ആദ്യത്തെ വെടിയുണ്ട മലാലയുടെ ഇടതു കണ്ണും തടത്തിലൂടെ കയറി ഇടതു തോളിൻ താഴെ കൂടി പുറത്തേക്ക് പോയി. മറ്റ് 2 വെടിയുണ്ടകൾ അവളുടെ അടുത്തു നിന്നിരുന്ന 2 കുട്ടികൾക്കാണ് ഏറ്റത്. വെടിവെക്കുന്ന സമയത്ത് അയാളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആശുപത്രിയിലെത്തുമ്പോഴേക്കും മലാലയുടെ നീളമുള്ള മുടിയും മോനിബയുടെ മടിയും രക്തത്തിൽ നനഞ്ഞിരുന്നു. ഈ ചാപ്റ്റർ അവസാനിക്കുമ്പോൾ മലാല പറയുന്നു, ഹൂ ഈസ് മലാല? മലാല ആരാണ്? ഐ ആം മലാല. ഞാനാണ് മലാല ആൻഡ് ദിസ് ഈസ് മൈ സ്റ്റോറി. ഇതാണ് എൻ്റെ കഥ. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്ററോട് അവസാനിക്കുകയാണ്.